ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. ദിൽ ഖുവ്വത്തിൽ മതീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സദഖല്ലാഹു മൗലാനൽ അദീം. വാച്ച് നമുക്ക് കഴിച്ച സമയത്ത് ബഹുമാനികളെ, ഈ മനുഷ്യ മഹാസമുദ്രം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഇനിയും ധാരാളം ആളുകൾ വഴിയിൽ എത്തിച്ചേരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ നഗരങ്ങളൊക്കെ, സ്ഥലങ്ങളൊക്കെ നിറഞ്ഞു ഒഴുകിയിരിക്കുകയാണ്. അല്ലാഹു അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് ആളുകൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ സ്ഥലം വിശാലമാക്കി തരുമാറാവട്ടെ. ആമീൻ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100-ാം വാർഷികം കൊണ്ടാടുകയാണ്. ഈ 100-ാം വാർഷികം കൊണ്ടാടുന്നത് ഒരു കൊല്ലം നീണ്ടു നിന്ന വിവിധ പരിപാടികളോടുകൂടെയാണ് ഈ ആഘോഷം ഒരു വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും ചെറിയ യൂണിറ്റ് നമ്മുടെ മഹല്ലുകൾ, നമ്മളുടെ പള്ളി, ജുമാഅത്ത് പള്ളികൾ, ആ ചെറിയ യൂണിറ്റ് മുതൽ അന്താരാഷ്ട്ര തലം വരെ നമ്മുടെ പ്രചരണ പരിപാടികൾ നീണ്ടു നിൽക്കുകയുണ്ടായി. ലോകം മുഴുവനും സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ആദരണീയരായ കുമ്പൂൽ കുഞ്ഞിക്കോയ തങ്ങൾ മഹാനവറുകൾ ഒരു വാക്ക് പറയുകയുണ്ടായി. ഈ സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു സമ്മേളനമാണ് എന്ന് അല്ല പറയേണ്ടത്. ഇതൊരു ലോക മുസ്ലിം സമ്മേളനമാണ്. അൽഹംദുലില്ലാഹ്, ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്ന് ലോകത്തൊട്ടാകെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ
യഥാർത്ഥത്തിൽ കേരള ജമിയത്തുൽ ഉലമ എന്നല്ല അതിന് പറയേണ്ടത്. സമസ്ത ലോക ജമിയത്തുൽ ഉലമ എന്നാണ് അതിന് പറയേണ്ടത് എന്ന ഒരു സൂചന ആ വാക്കിലുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാനൊരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ സാദാത്തുക്കൾക്ക്, നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക്, ഈ മനുഷ്യ മഹാസമുദ്രത്തിൽ ഒരുമിച്ച് കൂടിയ ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറഫാ ദിനം ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ സഹോദരന്മാർക്ക്, മുഅ്മിനീങ്ങളായ സഹോദരന്മാർക്ക്, ഈ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിശ്ചയിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ ചില കുറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അൽ യൗമ, ഇന്ന്. എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ മൈതാനിയിലാണ്. ആ സമയത്താണ് ഈ പരിശുദ്ധവാക്യം ഇറങ്ങുന്നത്. അൽ യൗമ, ഇന്ന്. ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്ന ഹജ്ജായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏകദേശം ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യാൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വിധിവിലക്കുകളൊക്കെ ഇറങ്ങിത്തീർന്നിട്ടുള്ള സന്ദർഭമാണ്. ആ സമയത്താണ് ഈ വിശുദ്ധ ഖുർആനായത്ത് ഇറങ്ങുന്നത്. അൽ യൗമ, ഇന്ന്. അറഫാ ദിനത്തിലാണ് ഇതുപോലെ ജനമഹാസമുദ്രം ഒരുമിച്ച് കൂടിയ അറഫാ ദിനത്തിലാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇന്ന് അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയാണ്, വഅത്മംതു അലൈക്കും നിഅമതി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്ക് 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകളുടെ ഒരു കാലഘട്ടം, സുവർണ കാലഘട്ടം, വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം, മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ വിധിവിലക്കുകൾ അതാത് കാലഘട്ടങ്ങളിൽ അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കും. ആ നുബുവത്തിൻ്റെ കാലഘട്ടം, ആ നുബുവത്ത് കൊണ്ട് അള്ളാഹു ചെയ്തുകൊണ്ടിരുന്ന ആ നിഅമത്ത്, ആ നിഅമത്തിനെ അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഇസ്ലാം, അരിഫ്ലാമുണ്ട്, അത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്കുള്ള ഇസ്ലാം, അത് പരിപൂർണമാക്കപ്പെട്ടു, സമ്പൂർണമാക്കപ്പെട്ടു, അത് പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഈ ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങളുടെ ദീനായി എന്നേക്കുമുള്ള ഈ പരിപൂർണമായ ഇസ്ലാം, ഈ ദുനിയാവ് എത്ര കാലമാണ് നിലനിൽക്കുന്നതെങ്കിൽ അത്ര കാലത്തേക്കുള്ള ദീനായി
പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം അത് മുക്കമ്മല, അത് പൂർത്തീകരിക്കപ്പെട്ടതാണ്, അത് മുത്തമ്മമാണ്. ഇനി അതിലൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അത് മർദിയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മർദിയാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്കൊരു ശരീഅത്തിന് ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഒരു പുതിയ നബി ഇവിടെ വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം ഇനി ഒരു നബി വരാനില്ല. ആര് നുബുവത്തിനെ വാദിച്ചു കൊണ്ടിവിടെ വന്നാലും അത് കള്ളപ്രസ്ഥാനമാണ്, കള്ള നബിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഖുർആൻ വാക്യം മാത്രം നമ്മൾക്ക് മതിയാവുന്നതാണ്. ബഹുമാനികളെ, അതുകൊണ്ട് പരിപൂർണമായ ഒരു ദീൻ, ആ ദീനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആ പരിശുദ്ധമായ ദീന് കൊണ്ട് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ് നമ്മളുടെ കർത്തവ്യം. ആ പരിശുദ്ധമായ ദീൻ ബഹുമാനപ്പെട്ട സഹാബത്തിലൂടെ, താബീങ്ങളിലൂടെ, തബഉ താബീങ്ങളിലൂടെ, അയിമ്മത്ത് മുജ്തഹിദീങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിപ്പെട്ടു. ബഹുമാനപ്പെട്ട പരിശുദ്ധ മഹാത്മാക്കളാകുന്ന സഹാബ അതേറ്റെടുത്തു. അവർ താബീങ്ങളിലൂടെ, തബഉ താബീങ്ങളിലൂടെ നമ്മൾക്ക് നൽകി ഉത്തമ നൂറ്റാണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടുകളിലൂടെ പിന്നീട് വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാ ഫർറത്നാ ഫിൽ കിതാബ് മിൻ ശൈ, വിശുദ്ധ ഖുർആനില്ലാത്തൊന്നുമില്ല. അതിൻ്റെ വ്യാഖ്യാനമാണ് തിരുസുന്നത്ത്. ആ ഖുർആനിലും സുന്നത്തിലും വ്യക്തമാക്കപ്പെട്ട വിധികളുണ്ട്, അത്ര തന്നെ വ്യക്തമാക്കപ്പെടാത്ത വിധികളുണ്ട്. വ്യക്തമാക്കപ്പെടാത്ത വിധികളൊക്കെ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, ഇജ്തിഹാദിന് അർഹരായിട്ടുള്ള മുജ്തഹിദുകൾ, അവർ ഇജ്തിഹാദ് ചെയ്ത് ആ വ്യക്തമാകാത്ത സകലത്തിൻ്റെയും വിധികൾ അവർ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്തു. എത്രത്തോളം ലോകത്തന്ത്യനാൾ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള, ഉണ്ടായിട്ടില്ല, മുജ്തഹിദീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല, എന്നാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ ഊഹിച്ചെടുക്കാൻ സാധിക്കുമോ അതിൻ്റെ മുഴുവത്തിൻ്റെയും വിധികൾ അവർ പറയുകയും അത് ക്രോഡീകരിക്കുകയും ചെയ്തു. ചന്ദ്രഗോളത്തിൽ മനുഷ്യൻ അന്ന് ചെന്നിറങ്ങിയിട്ടില്ല. ചന്ദ്രഗോളത്തിൽ മനുഷ്യൻ ചെന്നിറങ്ങിയാൽ അതിൻ്റെ കറക്കം ഭൂമിയുടെ കറക്കം പോലെയല്ല, വ്യത്യാസമുണ്ട്. അവിടെ എങ്ങനെയാണ് ഖിബല നിർണയിക്കുക, അവിടെ എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ ടൈം കണക്കാക്കുക, അവിടെ എങ്ങനെയാണ് നോമ്പിൻ്റെ ടൈം കണക്കാക്കുക തുടങ്ങിയുള്ള ആധുനിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള മറുപടി മഹാന്മാർ അവരുടെ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങൾ, ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ, ക്ലോണിംഗ് ശിശുവിൻ്റെ വിധി എന്താണ്? ഈ ആധുനിക കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വിധികൾ എന്നോ ഫുഖഹാ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇസ്തിദ്ഖാറുൽ മനി എന്ന ഒരു
ചർച്ചയിൽ അതിൻ്റെയൊക്കെ വിധികൾ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മഹാന്മാരായ അയിമ്മത്ത് ക്രോഡീകരിച്ചു വെച്ച ആ മഹത്തായ ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരൊറ്റ പ്രശ്നവും അന്ത്യനാൾ വരെ ഉണ്ടാകുന്നതല്ല എന്നാണ് നമ്മൾ പറയുന്നത്. മൂന്നാലൊരു മാർഗത്തിലൂടെ മഹാനായ ഇമാമുൽ ഹറമൈനി, മഹാനായ ഇമാം ഇബ്നു സലാഹ്, മഹാനായ ഇമാം നവവി പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ലോകത്തുണ്ടാകുന്ന ഏത് പുതിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളുടെ വിധികളൊക്കെ മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മൂന്നാലൊരു മാർഗത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും. വരാനിരിക്കുന്ന ധാരാളം സംഭവങ്ങളുടെ വിധികൾ അവർ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പം ഈ പുതിയ സംഭവത്തിൻ്റെ വിധി ചിലപ്പോൾ അതിൽ പെടും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ പുതിയ സംഭവത്തോട് സാദൃശ്യമായ, തത്തുല്യമായ നളീർ എന്ന് പറയുന്ന മറ്റ് സംഭവങ്ങളുടെ വിധികൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇതിൻ്റെ വിധി കണ്ടെത്താൻ സാധിക്കും. അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ അവർ പറഞ്ഞ പൊതു തത്വങ്ങളുണ്ട്. ആ പൊതു തത്വങ്ങളിൽ നിന്ന് വിധി കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇനി ഒരു ഇജ്തിഹാദിൻ്റെ ആവശ്യമില്ല. ആധുനിക പ്രശ്നങ്ങൾക്ക് ഇനി ഒരു പുതിയ മുജ്തഹിദിൻ്റെയോ ഒരു ഇമാമിൻ്റെയോ ഒരു ഇജ്തിഹാദിൻ്റെയോ ആവശ്യമില്ല. നബുവത്തിൻ്റെ കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ മഹാന്മാരായ അയിമ്മത്ത് ഇജ്തിഹാദ് ചെയ്ത് ക്രോഡീകരിച്ചു വച്ചിട്ടുള്ള, രചനയുടെ കാലഘട്ടത്തിൽ ആ മഹാന്മാരായ ഇമാമിയങ്ങളുടെ ആയിരക്കണക്കായ ശിഷ്യഗണങ്ങൾ പഠനം നടത്തി അവരുടെ മദ്ഹബിൻ്റെ സത്യസന്ധത അവർ തെളിയിക്കുകയും ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു മദ്ഹബ് നമ്മളുടെ മുമ്പിലുണ്ടാകുമ്പോൾ പുതിയ ഒരു ഇജ്തിഹാദിന് ആവശ്യമില്ല. എന്നാൽ ധാരാളം ഇമാമുകൾ ഉണ്ടായിട്ടുണ്ട്. മുജ്തഹിദീങ്ങളായ ഇമാമുകൾ ഇജ്തിഹാദിൻ്റെയും രചനയുടെയും കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും 4 ഇമാമിങ്ങളെയാണ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ അനുകരിക്കാൻ പറ്റുന്നത്. ഇജ്തിഹാദിന് കഴിവില്ലാത്ത ആളുകൾ ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്ത നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തഖ്ലീദ് നിർബന്ധമാണ്. പക്ഷേ 4 ഇമാമിങ്ങൾ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, ഈ 4 ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. മറ്റ് ഇമാമിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ശിഷ്യ പരമ്പരയിലൂടെ അവരുടെ മദ്ഹബുകൾ പൂർണ്ണമായ നിരക്ക് നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ, അവരർഹര അല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ അവരെ തഖ്ലീദ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഈ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത് വിശ്വാസപരമായി അശ്അരി മാതുരിദി 2 വഴികൾ, ഇമാം അബുൽ ഹസനുൽ അശ്അരി, ഇമാം അബൂ മൻസൂറുൽ മാതുരിദി,
ഈ രണ്ട് മഹാന്മാരുടെ വഴികൾ വിശ്വാസപരമായി, അവരെ വഴി എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു, താബീങ്ങൾക്ക് അവർ പഠിപ്പിച്ചു. അതെല്ലാം നോക്കി യഥാർത്ഥമായ വിശ്വാസം എന്തെന്ന് വിശദീകരണം, അവരുടെ വിശദീകരണമാണ്. അവർക്ക് സ്വന്തം അതിലൊരു മദ്ഹബല്ല, വിശ്വാസത്തിൽ അങ്ങനെ മദ്ഹബ് ഉണ്ടാവില്ല. ഒരുപാട് ശത്രുക്കൾ ഇസ്ലാമിക വിശ്വാസത്തിനെതിരിൽ ആ കാലഘട്ടത്തിൽ ബിദ്ഈ കക്ഷികൾ, വലാലത്തിൻ്റെ കക്ഷികൾ യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്കെതിരായി പ്രചരണം നടത്താൻ തുടങ്ങിയപ്പോൾ അതിനെല്ലാം ചുട്ട മറുപടി നൽകി യഥാർത്ഥമായ വിശ്വാസം വേണ്ടതുപോലെ വിശദീകരിച്ചു തന്ന മഹത്തുക്കളാണ് ഈ രണ്ട് ഇമാമുകൾ. ആ വിശദീകരണത്തിൻ്റെ വഴി അതാണ്. ഇമാം അശ്ശരി, ഇമാം മാതുരിദി, ഈ രണ്ട് ഇമാമിങ്ങളുടെ രണ്ട് വഴികൾ രണ്ടും ഒന്ന് തന്നെ. വിശ്വാസത്തിൽ രണ്ട് വഴി ഉണ്ടാകാൻ പാടുണ്ടോ? പാടില്ല. അത് വിശദീകരണത്തിലുള്ള ചില വ്യത്യാസങ്ങളാണ്. വിശ്വാസ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമല്ല. എല്ലാ നബിമാറുകളും ഇവിടെ പ്രബോധനം ചെയ്ത വിശ്വാസ കാര്യങ്ങൾ ഒന്ന് മാത്രമാണ്. അതിൽ രണ്ടില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ആ വിശ്വാസം തന്നെയാണ് ഹക്കിൻ്റെ അഹ്ലുകാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ആ വിശ്വാസമാണ് നിലകൊള്ളുന്നത്. അവിശ്വാസപരമായി അശ്ശരി, മാതുരിദി, കർമ്മപരമായി ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, ഈ നാലിലൊരു മദ്ഹബ്, രണ്ടാലൊരു വഴി. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഈ വിശ്വാസമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ നൂറ്റാണ്ടുകളിലൂടെ. ഈ സമ്മേളനത്തിൻ്റെ പ്രമേയം വിശുദ്ധിയുടെ നൂറ്റാണ്ടുകൾ, ബഹുവചനമാണ്. വിശുദ്ധിയുടെ നൂറ്റാണ്ടുകൾ, വിശുദ്ധിയുടെ ആദർശവിശുദ്ധിയുടെ നൂറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകളിലൂടെ. എന്താണ് ആദർശം എന്ന് പറയുന്നത്? ഉത്കൃഷ്ട ലക്ഷ്യം. ആദർശം എന്ന് പറയുന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം ഉത്കൃഷ്ട ലക്ഷ്യം എന്നാണ്. അതിലൊരു വിശുദ്ധിയും കൂടി, ആദർശ വിശുദ്ധി. അപ്പോ വിശുദ്ധിയോടുകൂടെയുള്ള ഉത്കൃഷ്ടമായ ലക്ഷ്യം, വിശ്വാസത്തിലുള്ള വിശുദ്ധി, കർമ്മത്തിലുള്ള വിശുദ്ധി, സ്വഭാവത്തിലുള്ള വിശുദ്ധി, ഈ വിശുദ്ധിയോടുകൂടെയുള്ള ഉത്കൃഷ്ട ലക്ഷ്യമാണ് ആദർശ വിശുദ്ധി എന്ന് പറയുന്നത്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്ക് നിലനിന്നു പോന്ന് ആ നുബുവത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിൻ്റെ ശേഷം ഇന്ന് വരെ അത് നിലനിന്ന് പോരുകയാണ്. നൂറ്റാണ്ടുകളിലൂടെ, എത്രയോ നൂറ്റാണ്ട്. ഈ ഉമ്മത്തിൻ്റെ 15ാമത്തെ നൂറ്റാണ്ടിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ആദർശ വിശുദ്ധി ഒരു നൂറ്റാണ്ട് കാത്തു സൂക്ഷിച്ചു പോന്നെങ്കിൽ, ബഹുമാനികളെ, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? 1920കളിൽ ലോക മുസ്ലിങ്ങൾ നിലനിർത്തിപ്പോന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ഷിർക്കാണ്, ഹറാമാണ്. ഷിർക്കിൻ്റെയും ഹറാമിൻ്റെയും ഓൾസൈഡ് ഇവിടെ തുറന്നു വെച്ച് മുസ്ലിം സമുദായത്തിൽ ഭിന്നതയും ചിഹ്നതയും ഉണ്ടാക്കി സകല മനുഷ്യരുടെയും ഈമാൻ തെറ്റിക്കുന്ന പ്രവണത ഇവിടെ തുടങ്ങിവെച്ച സമയത്താണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഉഖർവിയായ പണ്ഡിതന്മാർ അവർ ചടകുടഞ്ഞെണീറ്റ് അവർ സമ്മേളിച്ച് ഇതിൻ്റെ എതിരിൽ പ്രതിരോധിക്കൽ നിർബന്ധമാണെന്ന് നിലപാടിൽ അവരൊരുമിച്ചുകൂടി.
ഈ മഹത്തായ പ്രസ്ഥാനത്തിന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകി. എന്തെല്ലാം കാര്യങ്ങളാണ്! തവസ്സുൽ, ഇസ്തിഗാസ, ശിർക്കാണ് തുടങ്ങിയുള്ള ധാരാളം ശിർക്ക്. അമലിയാത്തിലാണെങ്കിൽ തറാവീഹ്, ലോക മുസ്ലിങ്ങൾ ഇജ്മാഅോടുകൂടെ നടന്നു പോന്ന തറാവീഹ് 20 റക്അത്ത് അത് 8 ആക്കി. ലോക മുസ്ലിങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്ത് മുതൽ അറബ് രാജ്യങ്ങളല്ലാത്ത അനറബ് രാജ്യങ്ങളിൽ പോയി ഖുത്ബ നിർവഹിച്ചപ്പോൾ അവിടുത്തെ ഭാഷയിലല്ല ഖുത്ബ ഓതിയത്, ആ പ്രാദേശിക ഭാഷയിലല്ല ഖുത്ബ നിർവഹിച്ചത്. വെള്ളിയാഴ്ച ഖുത്ബ അറബി ഭാഷയിലാണ് നിർവഹിച്ചത്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. അതിന് കത്തിവെച്ചു. മാതൃഭാഷയിൽ ഖുത്ബ നിർവഹിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇല്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ദീനിൻ്റെ പരമ്പരാഗതമായി സഹാബത്തിലൂടെ, താബീങ്ങളിലൂടെ, സലഫ് സാലിഹീങ്ങളിലൂടെ നമ്മൾക്ക് ലഭിച്ച സുന്നത്ത് ജമാഅത്ത്, അതിൻ്റെ ആ പരിശുദ്ധമായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കുമായിരുന്നില്ല. ബഹുമാനികളെ, അതുകൊണ്ട് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 കൊല്ലം അൽഹംദുലില്ലാ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ പൂർവീകന്മാരായ മഹാന്മാരായ ഉലമാക്കൾ, ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, അവരെ പിന്തുടരുന്ന സാധാരണ ഉമറാക്കൾ, സാധാരണ ജനങ്ങൾ ഒത്തൊരുമിച്ച് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശ വിശുദ്ധി, യഥാർത്ഥമായ ദീനിൻ്റെ വിശുദ്ധി ഇവിടെ നിലനിർത്തിപ്പോന്നു. അവർ സഹിച്ച ത്യാഗങ്ങൾ വലുതാണ്. അതൊക്കെ അയവിറക്കുന്ന സമയമാണിപ്പോൾ. ഇവിടെ പല പദ്ധതികളും അടുത്ത നൂറ്റാണ്ടിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഷാവറ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ, അതിൻ്റെ ഉന്നതാധികാര സമിതി, 10-15ഓളം ഘടകങ്ങളുള്ള സമസ്തയുടെ ഉന്നതാധികാര സമിതിയാണ് സമസ്ത മുഷാവറ. മുഷാവറയിൽ വെച്ച് അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള കാലെടുത്ത് വെക്കുമ്പോൾ ചില പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിവിടെ പ്രഖ്യാപിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധി അന്ത്യനാൾ വരെ കാത്തു സൂക്ഷിക്കാൻ സമസ്തയുടെ മക്കൾക്ക്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അനുയായികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ അന അൻതഹിസു ഹാദിഹിൽ ഫുർസത തയ്യിബത്തൽ മുബാറക ബിമുനാസബത്തിൽ ഇഹ്തിഫാലിൽ മിആ بمناسبة الاحتفال المنوي لجمعية العلماء بعموم كيرلا التي تقدم المجهودات الجبارة في ميادين هذا الدين الحنيف من إقامة المدارس والمعاهد والجامعات الإسلامية وكذلك في مختلف المجالات الثقافية والحضارية التي لا تحد ولا تستقصى. وأنا أرفع أسماء آيات التهاني والترحيب والتحية إلى سماحة الشيخ السيد محمد جفري متكويات رئيس هذا الحفل المبارك ورئيس جمعية العلماء بعموم كيرلا، وإلى سعادة الشيخ السيد صادق علي شهاب
أمين الصندوق للجنة التربية والتعليم تحت إشراف جمعية العلماء، والذي يلقي إن شاء الله تعالى كلمته القيمة، وإلى حضرة السيد ഉമർ കുഞ്ഞിക്കോയ തങ്ങൾ കുമ്പൂൽ الذي تشرفنا بأدعيته المباركة، وإلى سماحة الأستاذ الدكتور سلامة جمعة علي داود الذي تفضل بالحضور والاشتراك في هذا الحفل، وإلى سماحة الأستاذ السيد علي عبد الرحمن آل هاشم المستشار الديني لصاحب السمو رئيس دولة الإمارات العربية المتحدة، وإلى سعادة الدكتور الأخ يوسف علي صاحب رئيس المؤسسات التجارية في كثير من الدول، الذي يقدم مجهوداته المختلفة دعامة ومساعدة في مختلف المجالات في هذه الولاية بل في جمهورية الهند، وإلى سعادة الأستاذ الشيخ أحمد عبد الواحد جاسم، وإلى سعادة السيد حمد سامي حسين راشد الدوسري، وإلى سعادة الدكتور رافي طه الرفاعي، وإلى سعادة الأخ سامي محمود، شكر الله سعيهم وحضورهم. ബഹുമാനികളെ, ഈ മഹത്തായ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അജയ്യനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ അവറുകളാണ്. മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ നയിക്കാനും ഈ സംഘടനയെ കൂടുതൽ ഉയരത്തിലേക്ക്, ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് കേൾക്കണല്ലോ ഉയർത്തിക്കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കൊടുക്കണുണ്ടോ? ടൈമായോ കൊടുത്തു കഴിഞ്ഞോ? ഈ സമ്മേളനം നിശ്ചയിച്ചത് മുതൽക്ക് അദ്ദേഹം മുഴുവൻ സമയവും ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരോടും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് സൗഹാർദ്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാലമണികളായി ഈ സമൂഹത്തെ കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുസ്ലിം കേരളത്തിൻ്റെ അഭിമാനമായ സയ്യിദുൽ ഉമ്മ
ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവറുകളാണ്. മഹാനവറുകൾ മഹാനവറുകളുടെ പ്രസംഗങ്ങളൊക്കെ നമ്മളെല്ലാവരും ശ്രവിക്കാറുണ്ട്. വളരെ അർത്ഥവത്തായ കാര്യഗർഭമായ പഠനാർഹമായ പ്രസംഗങ്ങളാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. മഹാനവറുകളാണ് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഈ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഈ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ നായകൻ സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ലേശം ക്ഷീണമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ വന്ദ്യരായ ഉപാധ്യക്ഷൻ MP കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ മഹാനവറുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ സമസ്തയുടെ ട്രഷററും ബഹുമാനപ്പെട്ട PP ഉമർ മുസ്ലിയാർ കൊയ്യോട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ അദ്ദേഹത്തെയും ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ഇന്ന് ഇവിടെ നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലിയുൽ ഹാഷിമി മഹാനവറുകളോടുകൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ MA യൂസുഫ് അലി സാഹിബ്, അദ്ദേഹത്തെ സംബന്ധിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗൾഫ് നാടുകളിലും വിദേശ നാടുകളിലും ഇന്ത്യയിലും കേരളത്തിലും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അൽഹംദുലില്ലാഹ്, എത്രയെത്ര കാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്ത്, ആ നിഅമത്തിനുള്ള നന്ദി, അതിനുള്ള ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അനവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ചു. അതേപ്രകാരം തന്നെ നമ്മുടെ പി മുഹമ്മദ് അലി ഗൾഫാർ, അദ്ദേഹം വലിയ
സമ്പന്നനാണ്. അദ്ദേഹവും വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതേപ്രകാരം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി കെ ശിവകുമാർ, അദ്ദേഹത്തെയും ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ പ്രതിപക്ഷ നേതാവ് കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാർ, കർണാടക കർണാടക ഉപമുഖ്യമന്ത്രി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം തന്നെ വി ഡി സതീശൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ ഹാരിസി MLA, MM ഹസ്സൻ, മുൻ മന്ത്രി മണിശങ്കർ അയ്യർ, മുൻ കേന്ദ്രമന്ത്രി MM ഹസ്സൻ, സുപ്പാരി സൈനുലാബിദ്ദീൻ, ഇവരെല്ലാവരെയും ഈ മഹത്തുക്കളെ, ഈ നേതാക്കളെ ഈ സമുദ്രത്തിലേക്ക്, ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് അതേപ്രകാരം തന്നെ ഇവിടെ ഒരുപാട് സാദാത്തുക്കൾ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദാത്തുക്കളായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയുള്ള പാണക്കാട് സാദാത്തുക്കൾ. അതേപ്രകാരം തന്നെ നമ്മളെ കേരളത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള അനുഗ്രഹമാണ് പല കബീലകളിലുള്ള സാദാത്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്. ഈ സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് ഒരുപാട് സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ ജമലുൽ തങ്ങൾ, നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ തുടങ്ങിയുള്ള ഇവിടെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത മഹാന്മാരായ സാദാത്തുക്കൾ, അവരൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ഈ സദസ്സിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, മുഷാവറ അംഗങ്ങൾ, സംഘടനാ നേതാക്കൾ, മഹാന്മാരായ ഉമറാക്കൾ, എല്ലാവരെയും ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഇവിടെ മനുഷ്യ മഹാസമുദ്രമാക്കി മാറ്റിയ, വളരെ ദൂരദിക്കുകളിൽ നിന്ന് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സമസ്ത വിളിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട, സമസ്ത വിളിച്ചാൽ അവിടെ പോകണം, ആ ഒരൊറ്റ ലക്ഷ്യം. ഇനി ഇവിടെയല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ എവിടെ ഇതുപോലൊരു സമ്മേളനം വിളിച്ചാലും ഞങ്ങളെത്തും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നുകൂടിയിട്ടുള്ള ഈ മുത്തുമുഅ്മിനീങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.